വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1996 പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ളൊരു ബില്ല് വന്നതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ഇന്ന് ഭരിക്കുന്ന BJP ആ ബില്ലിനെ എതിർത്തു എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, 12 വർഷങ്ങൾക്ക് മുൻപ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രചരണ പരിപാടികൾ എന്തായിരുന്നു എന്ന് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാചകവാതക സിലിണ്ടറിൻ്റെ വില 150 രൂപ ആക്കുമെന്നും കള്ളപ്പണങ്ങളെല്ലാം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ അവരവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും പെട്രോളിൻ്റെ വില 50 രൂപ ആക്കുമെന്നും അതോടൊപ്പം തന്നെ നിരവധിയായ കള്ള വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പുകൾ പറഞ്ഞ് വോട്ടിംഗ് മെഷീനിൽ ഒരുപാട് തട്ടിപ്പുകൾ അതോടൊപ്പം നടത്തി അധികാരത്തിലെത്തി. 2023 ഇത്തരത്തിൽ വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി എന്ന് മനസ്സിലാക്കുന്നു. രാഷ്ട്രപതി ഒപ്പിട്ടതായിട്ടും അറിയാൻ കഴിയുന്നു. എന്നാൽ ആ ബില്ല് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രത്യേകതര ഉദ്ദേശങ്ങളോടുകൂടി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വീണ്ടും പാർലമെൻറ്റിൽ ഈ ബില്ല് വന്നിരിക്കുകയാണ്. അതിൽ നിന്നും എന്നെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ കുടുംബാസൂത്രണ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി അറിയാമല്ലോ. നമുക്ക് 2 നാം 2 എന്ന ഒരു മുദ്രാവാക്യം. അത് സൗത്ത് ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും തെലങ്കാന പോലുള്ള ചില സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കിയപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അതായത് കൂടുതൽ BJPക്ക് അനുകൂലമായ തരംഗമുള്ള ആ സംസ്ഥാനങ്ങളിൽ കുടുംബാസൂത്രണ പദ്ധതി എന്താണെന്നോ നാം 2 നമുക്ക് 2 എന്ന മുദ്രാവാക്യം എന്താണെന്നോ അവർക്ക് അറിയില്ല. അവിടെ ഇപ്പോഴും 8ഉം 10ഉം കുട്ടികളാണ് ആ അവിടെയൊക്കെ ആ സംസ്ഥാനങ്ങളിൽ വീടുകളിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ പ്രസവിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഇവിടെ ജനസംഖ്യ അതിന് ആനുപാതികമായി കുറഞ്ഞു, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി. അപ്പോൾ ഈ ഒരു മാജിക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഉദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഒരു തട്ടിപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങൾ വരും. ഇപ്പോൾ 543 എന്നുള്ളത് 816 ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് അന്ന് 2023 പാസ്സാക്കിയ ബില്ല് അത് 543 നിന്നും 33% സംവരണം സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരികൾക്ക്. നല്ല കാര്യമാണ്. അതെന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം.